സർക്കാർ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കിടപ്പ് രോഗികൾക്കായുള്ള റേഷൻ വിതരണം പദ്ധതിയുടെ ഭാഗമായുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള കണക്കെടുപ്പ് നടന്നു. പീരുമേട് നിയോജക മണ്ഡലത്തിൽ 130 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. UDF സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിടപ്പ് രോഗികൾ ആയിട്ടുള്ള ആളുകൾക്ക് വീടുകളിൽ റേഷൻ എത്തിക്കുന്നത്. ആരും കൂടെയില്ലാത്ത ആളുകൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ആശാ വർക്കർമാർ, പാലിയേറ്റീവ് കെയർ നഴ്സ്, CDS അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള യോഗം വിളിച്ചുകൂട്ടി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 10ഓളം അംഗങ്ങളാണ് പരിഗണനയിൽ ഉള്ളത്. പീരുമേട് നിയോജക മണ്ഡലത്തിലാകെ 130ഓളം ആളുകൾ ഉണ്ട്. 7-ാം തീയതി സർക്കാരിലേക്ക് കണക്ക് സമർപ്പിക്കുകയും ചെയ്യും. തങ്കരാജ് ചുരക്കുളം ആറ്റോരം, ജ്ഞാനരാജ് ചുരക്കുളം UD, ഇന്ദിര തേങ്ങാക്കൽ സെക്കൻഡ് ഡിവിഷന്, നബീസ വിളിയമ്പറമ്പില് വ്ളാമല, ബാബു പ്ലാഞ്ചിറയിൽ ഹൗസ് പശുമല, ആറുമുഖം മൂങ്കിലാർ പുതുവല്, ചെല്ലമ്മ ഇന്ദിരാ കോളനി കുരിശുമല, സുഹറ ബീബി സീനത്ത് മൺസിൽ വള്ളക്കടവ്, ഈശ്വരി പശുമല എസ്റ്റേറ്റ്, സമുദ്രം പശുമല എസ്റ്റേറ്റ്. ഇത്രയും പേരെയാണ് ഇപ്പോൾ ലിസ്റ്റിൽ. അടുത്ത മാസം മുതൽ കിടപ്പ് രോഗികൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരവരുടെ വീട്ടിൽ റേഷൻ എത്തുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ 17-ാം തീയതിയാണ് മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അപേക്ഷിക്കേണ്ട അവസാന തീയതിയും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.